അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് കിള്ളി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ തന്നെ അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയുമാണ് ഇന്നത്തെ യാത്ര. അനീതിക്കെതിരെ പോരാടിയ കണ്ണകിയുടെ ചരിത്രവുമായാണ് ആറ്റുകാൽ അമ്മയുടെ ചരിത്രം ഇഴചേർന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാന്ത സ്വരൂപത്തിലുള്ള കണ്ണകിയുടെ ഭാവമാണ് ആറ്റുകാൽ അമ്മയുടെ പ്രതിഷ്ഠ. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റം, അതാണ് ആറ്റുകാൽ പൊങ്കാല. കുംഭച്ചൂടിൽ ആ ദിവസം അനന്തപുരി തന്നെ ഒരു യാഗശാലയായി മാറുന്നത് നമുക്ക് കാണാം. അമ്മേ ശരണം, ദേവി ശരണം. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്ന് അടുത്തെത്തിയിരിക്കുകയാണ്. വരുന്ന 23-ാം തീയതി വൈകുന്നേരം കാപ്പുകെട്ട് തുടങ്ങുന്നതോടുകൂടി പൊങ്കാല മഹോത്സവം ആരംഭിക്കുകയാണ്. തോറ്റമ്പാട്ടിൻ്റെ ആദ്യ ചടങ്ങായ കൊടുങ്ങല്ലൂരമ്മയുടെ വരവിനെ തുടർന്ന് അകത്തെ പള്ളിവാളിൽ മേൽശാന്തി കാപ്പ് കെട്ടുകയും അതേസമയം സഹമേൽശാന്തി മേൽശാന്തര കയ്യിൽ കാപ്പ് കെട്ടുകയും ചെയ്തതോടുകൂടിയാണ് തോറ്റമ്പാട്ട് ആരംഭിക്കുന്നത്. കർണകി ചിലപ്പതികാരത്തിലെ കർണകി കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ മധുരാപുരിയിലെ ചുട്ടരിച്ച് ദഹനത്തിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരും അവർക്ക് പൊങ്കാല സ്വന്തം കൈകൊണ്ട് തന്നെ പൊങ്കാല ഇട്ട് നിവേദിച്ച് ദേവിയെ സംതൃപ്തിപ്പെടുത്തിയ ഒരു ചടങ്ങാണ് വർഷാവർഷം ഈ അമ്പലത്തിലെ ഉത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഇപ്പോൾ വരെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധിയും വഴിപാട് നടത്തിയാലുള്ള ഗുണത്തിനെയും പറ്റി അറിഞ്ഞുകൊണ്ടായിരിക്കണം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും അന്യ സ്ഥലങ്ങളിലെല്ലാം ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സംഘടനകൾ കേന്ദ്രീകരിച്ചും വീടുകളിലും പൊങ്കാല ഗംഭീരമായി നടക്കുന്നുണ്ട്. എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി ആചരിച്ച് നടത്തുന്ന ഈ പൊങ്കാല അമ്മയ്ക്ക് നടത്തുന്ന വഴിപാട് നേരിട്ട് ഭക്തർ നടത്തുന്ന വഴിപാടാണ്. അതുകൊണ്ട് എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കണം. വരുന്ന മാർച്ച് 3-ാം തീയതി രാവിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിക്കുന്നതാണ്. ആ അറിയിപ്പിന് തുടർന്ന് അതാത് സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് അവിടെ ശുദ്ധമായ സ്ഥലത്ത് പൊങ്കാല അടുപ്പ് കത്തിക്കാവുന്നതാണ്. വൈകുന്നേരം ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് 1:30 ആ സമയത്തായിരിക്കും നിവേദ്യം നടത്തുന്നത്. അതും ക്ഷേത്രത്തിൽ നിന്നും അറിയിപ്പ് വരുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഗ്രഹണം വരുന്നത് കൊണ്ട് 3 മണിക്ക് നടയടച്ച് 7 മണിക്ക് നട തുറക്കുന്നത് വരെയുള്ള സമയം ക്ഷേത്രത്തിൽ ദർശനവും മറ്റു പൂജാതി കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അമ്പലം അടയ്ക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിൽ നിന്നും അതാത് സമയങ്ങളിൽ അറിയിപ്പ് കൊടുക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും വളരെ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി അമ്മയ്ക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന ഈ വഴിപാട് പങ്കുചേരണമെന്നും എല്ലാവർക്കും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അമ്മേ ശരണം, ദേവി ശരണം. ഈ ഉത്സവം നിങ്ങൾ 9 കമ്മിറ്റിയാണ് ചേർന്ന് നടത്തുന്നത്. ആ കമ്മിറ്റിയിൽ ഒരു ജനറൽ കൺവീനർ, പിന്നെ ഒരു ജോയിൻറ്റ് ജനറൽ കൺവീനർ, പിന്നെ 9 കമ്മിറ്റി അംഗങ്ങൾ, 9 കമ്മിറ്റി കൺവീനർമാർ. അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത്. പിന്നെ ട്രസ്റ്റിൻ്റെ കംപ്ലീറ്റ് കൺട്രോളിലാണ് നടക്കുന്നത്. ട്രസ്റ്റ് സെക്രട്ടറി, ചെയർമാൻ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതുപോലെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് GC, പിന്നെ ട്രഷറർ, എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ഞങ്ങൾ ട്രസ്റ്റികൾ ഇങ്ങനെ 83 ട്രസ്റ്റികളുണ്ട്. അവരുടെയും പിന്നെ ആ കോർപ്പറേറ്റ് മെമ്പേഴ്സും കൂടെ ചേർന്നാണ് നടത്തുന്നത്. ഹരിത മിഷനും ബാക്കി കോർപ്പറേഷനും എല്ലാം കൂടി ചേർന്ന് ഹരിത പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്ന ഒരു അവയർനെസ് ക്ലാസ്സുകളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. അസോസിയേഷനുകളെ വിളിച്ചിട്ട് നടത്തിയതിൻ്റെ കൂട്ടത്തിലും നമ്മൾ ഇതുപോലെ ക്ലാസ് അവരെ എല്ലാം എങ്ങനെയാണ് പൊങ്കാല മഹോത്സവത്തിൽ നമ്മളിതെല്ലാം നടപ്പിലാക്കേണ്ടതെന്നും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തണമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളും
നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കണം എന്നുള്ള നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലക്സ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിലുള്ളത് പ്രകൃതിക്ക് ദോഷം വരുന്നതായതുകൊണ്ട് അതൊന്നും നടപ്പിലാക്കരുതെന്ന് പ്രത്യേക നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫയർഫോഴ്സ് ആണെങ്കിലും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഉടൻ തന്നെ അതിന് ഒരു പരിഹാരം കാണത്തക്ക രീതിയിൽ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ ഇത്തവണ കൂടുതൽ ആൾക്കാരെ അവർ ഡിപ്ലോയ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പാർക്കിംഗ് സൗകര്യം കുറവായതിനാൽ വിവിധ സ്ഥലങ്ങളിൽ മാറി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടത്തേക്കെല്ലാം നമ്മൾ KSRTC അധികൃതരോട് ഷട്ടിൽ സർവീസ് നടത്തുന്നതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതുപോലെ നടത്തിയിട്ടുണ്ട്. ഇത്തവണ അതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തി നടത്താൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡും അവർ വേണ്ടതായ എല്ലാ പ്രിക്കോഷൻസും നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ പൊങ്കാല ദിവസങ്ങളിൽ കറണ്ട് ഈ പ്രദേശത്ത് ഒരിടത്തും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം അവർ മെയിൻ്റനൻസ് വർക്കുകളും ബാക്കിയുള്ള എല്ലാം നേരത്തെ തന്നെ തീർത്തു കഴിഞ്ഞു. വാട്ടർ അതോറിറ്റിക്കാരും ആവശ്യമായ വെള്ളം ആറ്റുകാൽ പ്രദേശത്ത് കിട്ടത്തക്കവണ്ണം, ആറ്റുകാൽ പ്രദേശത്തും പൊങ്കാല മഹോത്സവം നടക്കുന്ന പ്രദേശങ്ങളിലും കിട്ടത്തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ റെയിൽവേ പോലും ഇപ്പം കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഈ പൊങ്കാല ദിവസത്തേക്ക് നടപ്പിലാക്കാൻ ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവരെ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. സിവേജ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ഡ്രെയിനേജ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ബാക്കി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണ പൊങ്കാല ദിവസം ധാരാളം വേസ്റ്റുകൾ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇത്തവണ ഈ പ്രദേശങ്ങളിലെല്ലാം വേസ്റ്റ് സംഭരണം അവർ നേരത്തെ തന്നെ നടത്തി പൊങ്കാലയ്ക്ക് മുമ്പേയുള്ള വേസ്റ്റുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റുകയും പൊങ്കാല ദിവസം പൊങ്കാലയുടെ വേസ്റ്റ് മാത്രം വരത്തക്ക രീതിയിലായിട്ടുള്ള ആസൂത്രണം അവർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ അവർ കോർപ്പറേഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാവരും സഹകരിച്ചാണ് ഈ പൊങ്കാല മഹോത്സവം നടത്തുന്നത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, ഇത്തവണയും അതുപോലെ തന്നെ അവരെല്ലാം സഹകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പിന്നെ ഇവിടുത്തെ നാട്ടുകാരെ അസോസിയേഷനുകൾ ബാക്കിയുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനുകളെ സംഘടനകൾ എല്ലാം വേണ്ട വിധത്തിൽ സഹകരിച്ചിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നല്ല വിജയത്തിലെത്തിക്കുന്നത്. അത് ഇത്തവണയും എല്ലാവരും ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിനുള്ള അവരവരുടെ മീറ്റിങ്ങുകളിൽ മന്ത്രിമാരും മേയറും ഇന്ന് മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങും ഉണ്ട്. ആ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിലും എല്ലാം ഇതെല്ലാം അവരവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുത്തിയോട്ടത്തിനാണെങ്കിൽ ഇപ്പോൾ 581 ബാലന്മാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 10 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ബാലന്മാരെയാണ് നമ്മൾ ഇവിടെ കുത്തിയോട്ടത്തിന് രജിസ്റ്റർ ചെയ്യുന്നത്. താലപ്പൊലിക്കാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ ഇവിടെ താലപ്പൊലി നടത്താൻ സമ്മതിച്ചിട്ടുള്ളത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആ ദിവസം രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 2:15 മണി വരെയാണ് താലപ്പൊലിയുമായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ചന്ദ്രഗ്രഹണം പ്രമാണിച്ചിട്ടാണ് അങ്ങനെ ഒരു കുറവ് അനുഭവപ്പെട്ടിട്ടുള്ളത്. ബാക്കി എഴുന്നള്ളിപ്പിനുള്ള കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞ വർഷത്തെ വരെ നല്ല രീതിയിൽ നടത്തും. കുത്തിയോട്ട കുട്ടികൾക്ക് വേണ്ടി ഇവിടുന്ന് എഴുന്നള്ളിച്ച് മണക്കാട് ശാസ്താംകോവിലെത്തുന്ന സമയത്ത് വിശ്രമിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ വകയായിട്ട് ഒരു കെട്ടിടം കഴിഞ്ഞ മാസം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിലും സത്രം സ്കൂളിലുള്ള സൗകര്യവും കൂടെ ചേർത്തിട്ട് ഇത്തവണ വിപുലമായ സൗകര്യമാണ് കുത്തിയോട്ട കുട്ടികൾക്ക് എഴുന്നള്ളിച്ച് അവിടെ മണക്കാട് ശാസ്താംകോവിലെത്തുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഡോക്ടറുടെയും നഴ്സിൻ്റെയും ഒക്കെ സഹായം കിട്ടത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇവിടെ കുത്തിയോട്ട കുട്ടികൾക്ക് എല്ലാ ദിവസവും 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും പ്രത്യേകിച്ച് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന എല്ലാവർക്കും വേണ്ട സൗകര്യം ചെയ്യത്തക്ക രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ക്ഷേത്ര ട്രസ്റ്റ് ശ്രദ്ധിക്കുന്നതാണ്.
ഭക്തർക്ക് ആറ്റുകാലമ്മ മനക്കരുത്തിന്റെ അടയാളമാണ്, മാതൃത്വത്തിന്റെ കരുതലാണ്. ആറ്റുകാലമ്മയുടെയും ആറ്റുകാൽ പൊങ്കാലയുടെയും ശേഷങ്ങളുമായി വീണ്ടും കാണാം.